ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അടുത്തൊരു വാർത്തയിലേക്ക്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPI-CPIM തർക്കം മുറുകുകയാണ്. തീരുമാനം മാറ്റില്ലെന്ന നിലപാടിൽ CPM-ഉം സ്ഥാനം വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ CPI-യും ഉറച്ചു നിൽക്കുകയാണ്. CPI-ക്കെതിരെ ആഞ്ഞടിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഇന്നലെയും രംഗത്തെത്തിയിരുന്നു. നേതാക്കൾ തമ്മിലുള്ള പരസ്യ വിമർശനം ശക്തമായതോടെ മുന്നണിയിലെ ഭിന്നത കൂടുതൽ രൂക്ഷമായി. തർക്കം തുടരുന്ന സാഹചര്യത്തിൽ CPI-യുടെ തുടർ നീക്കവും മറ്റ് ഘടകകക്ഷികളുടെ നിലപാടും നിർണായകമാകും. റോഷി ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരടി പിന്നോട്ടില്ല രണ്ട് കൂട്ടരും. ഇപ്പോൾ ബിനോയ് വിശ്വവും പിണറായി വിജയനും പരസ്യ പ്രതികരണം നടത്തി എന്നുള്ളതിൽ അവസാനിച്ചിട്ടില്ല. ഇരുപക്ഷവും ചേർന്ന് കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ CPI-യോടൊപ്പം മുൻമന്ത്രി P. പ്രസാദും രാജനും സത്യൻ മുഖേരിയും ഒക്കെ വരുന്നു. ഇവിടെ ഇപ്പോൾ ശിവൻകുട്ടിയും മുസ്ലിം മോഹനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്ത് വരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ തുടർ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണോ? ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക? ഇനി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ റോഷി? ഷിഹാസ്മൃതി, ഇനിയും ചർച്ചകൾ വൈകിക്കഴിഞ്ഞാൽ LDF-നകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ സൂചനകളാണ് നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ CPI ഉന്നയിച്ചതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ചർച്ചയായിരുന്നു, അനുനയ നീക്കമായിരുന്നു CPI-ന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പിന്നീട് ആ നിലപാട് മാറ്റി CPIM ആ പദവി നിലനിർത്തും എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയതാണ് ഇങ്ങനെ പ്രകോപനത്തിന് കാരണം. അത് CPI പ്രകോപിപ്പിക്കുകയും അവർ പരസ്യമായി പ്രസ്താവനയുമായി രംഗത്തിറങ്ങി. ആ CPI-യുടെ പ്രസ്താവനയ്ക്കെതിരെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തിറങ്ങുകയും അതൊരു പരസ്യ വാഗ്വാദത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ നേതാക്കൾ സമാനമായ നിലപാടുമായി പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞാൽ LDF-ൽ വലിയ പടലപ്പിണക്കങ്ങൾക്ക് അത് തുടക്കമാവുകയും ചെയ്യും. അത് പൊട്ടിത്തെറിയിൽ കലാശിക്കുമോ എന്ന ആശങ്ക മുതിർന്ന CPM നേതാക്കൾക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ CPM-ന്റെ തീരുമാനം അനുനയ നീക്കം വേണ്ടതില്ല എന്നാണ്. ആ കാര്യത്തിൽ ഇനി ചർച്ചകൾ ഉണ്ടാകില്ല. അതേസമയം CPM നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനം പ്രകോപനം വേണ്ട എന്നാണ്. പക്ഷേ ആ തീരുമാനത്തിൽ മാറി CPM-ന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ, സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ പരസ്യമായി CPI-യെ വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മറുഭാഗത്ത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് CPI-യുടെ നേതാക്കളും രൂക്ഷ വിമർശനവുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ അത് കൂടുതൽ നേതാക്കൾ ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ വലിയ ഭിന്നതയായി അത് മാറുകയും ചെയ്യും. ശരി, അപ്പോൾ സമാനതകളില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് ഉണ്ടാവുന്ന പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമാണ് വിഷയം.